എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ ഒരു വലിയ പ്രോജക്റ്റ് കഴിഞ്ഞു അല്ലേ? എല്ലാവരും ഒന്ന് റിലാക്സ് ആയിരിക്കുമായിരിക്കും. പക്ഷേ ആ തിരക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് അടങ്ങിയപ്പോൾ ഒരു പ്രധാന ചോദ്യം വരും: ഇനി എന്ത്? ആ പ്രോജക്റ്റിൽ നിന്ന് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച പാഠങ്ങൾ, ആ അറിവുകൾ വെറുതെ കളയാനുള്ളതാണോ? അല്ല, അത് നമ്മുടെ അടുത്ത വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കി മാറ്റണം. അതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈയൊരു അവസ്ഥ ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? ഒരു വലിയ പ്രൊജക്റ്റ് തീർന്നതിന്റെ ആശ്വാസത്തിൽ നമ്മൾ പെട്ടെന്ന് അടുത്തതിലേക്ക് ചാടും. പക്ഷേ ഈ തിരക്കിനിടയിൽ കഴിഞ്ഞ പ്രൊജക്റ്റിലെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ച വിലപ്പെട്ട കാര്യങ്ങളൊക്കെ പതിയെ മറന്നുപോകും. അതൊക്കെ വെറുമൊരു ഓർമ്മ മാത്രമായി മാറും. ഇതൊരു മൂടൽമഞ്ഞിൽ പെട്ടതുപോലെയാണ്, ശരിയല്ലേ? എങ്ങോട്ട് പോകണം, എവിടെ തുടങ്ങണമെന്നൊന്നും ഒരു പിടിയും കിട്ടില്ല. നമ്മൾ പഠിച്ച വിലയേറിയ പാഠങ്ങളൊക്കെ ആ മൂടൽമഞ്ഞിൽ പതിയെ മാഞ്ഞുപോകും. അപ്പോൾ ഈ മൂടൽമഞ്ഞിൽ നിന്ന് പുറത്തുവരാൻ നമുക്ക് തീർച്ചയായും ഒരു വഴികാട്ടി വേണം. ആ വഴികാട്ടിയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഇതൊരു ലളിതമായ പക്ഷേ വളരെ പവർഫുള്ളായൊരു ഫ്രെയിംവർക്കാണ്. വെറുതെ പഴയ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നതിന് പകരം അതിൽ നിന്ന് ഭാവിയിലേക്കുള്ള തന്ത്രങ്ങൾ രൂപപ്പെടുത്താൻ സഹായിക്കുന്നൊരു വടക്കുനോക്ക് യന്ത്രം പോലെ. ശരി, നമുക്കിതിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ ടൂളിന്റെ പേരാണ് ഘടനാപരമായ പ്രതിഫലനം അഥവാ സ്ട്രക്ചേർഡ് റിഫ്ലക്ഷൻ. ഇതൊരു സാധാരണ ടീം മീറ്റിംഗൊന്നും അല്ല കേട്ടോ. വെറുതെ ചായ കുടിച്ച് പിരിയുന്ന പരിപാടിയല്ല. മറിച്ച് നമ്മുടെ പ്രകടനത്തെ വളരെ ചിട്ടയായി വിശകലനം ചെയ്യാനും അതിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് വേണ്ട ഉൾക്കാഴ്ചകൾ കണ്ടെത്താനുമുള്ള ഒരു പ്രൊഫഷണൽ പ്രോസസ്സാണിത്. ഈ യാത്രയ്ക്ക് പ്രധാനമായും 3 ഘട്ടങ്ങളുണ്ട്. 1. ഉള്ളിലേക്ക് നോക്കുക, അതായത് നമ്മുടെ പ്രോഡക്റ്റിനെയും നമ്മുടെ യൂസേഴ്സിനെയും ആഴത്തിൽ മനസ്സിലാക്കുക. 2. പുറത്തേക്ക് നോക്കുക, നമ്മുടെ മാർക്കറ്റിനെയും ഈ പ്രോജക്റ്റ് ചെയ്ത ടീമിനെയും വിലയിരുത്തുക. അവസാനം ഈ കിട്ടിയ അറിവ് വെച്ച് മുന്നോട്ടുള്ള വഴി പ്ലാൻ ചെയ്യുക. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം. ഉള്ളിലേക്ക് നോക്കൽ. ഇവിടെ നമ്മുടെ ഫോക്കസ് മുഴുവൻ നമ്മുടെ ഉപയോക്താക്കളിലും നമ്മുടെ സ്വന്തം ഉൽപ്പന്നത്തിലുമാണ്. ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം ഇതാണ്. പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കസ്റ്റമേഴ്സിനെക്കുറിച്ച് കുറേ ധാരണകളുണ്ടായിരുന്നു അല്ലേ? പക്ഷേ പ്രോജക്റ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും എന്താണ് അവരെപ്പറ്റി പഠിച്ചത്? നമ്മുടെ ധാരണകൾ ശരിയായിരുന്നോ? ഇവിടെയാണ് ഏറ്റവും വലിയ കളി. ഒരു വശത്ത് കസ്റ്റമേഴ്സിന് ഇന്നതൊക്കെ വേണമെന്ന് നമ്മൾ വിചാരിച്ചു, മറുവശത്ത് അവരുടെ യഥാർത്ഥ പെരുമാറ്റം നമ്മളെ കാണിച്ചു തന്നത് മറ്റൊന്നാണ്. ഈ വ്യത്യാസമില്ലേ, ആ ഗ്യാപ്പ്, അവിടെയാണ് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. ഓക്കെ, കസ്റ്റമേഴ്സിന്റെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് പ്രോഡക്റ്റിലേക്ക് വരാം. നമ്മളുണ്ടാക്കിയ എല്ലാ ഫീച്ചറും ഒരുപോലെ ഹിറ്റാവില്ലല്ലോ. അപ്പോൾ ചോദ്യം ഇതാണ്: ഏതൊക്കെ ഫീച്ചറുകളാണ് ശരിക്കും ആളുകൾക്ക് ഉപകാരപ്പെട്ടത്? ഏതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുത്തത്? ഈ ചാർട്ടൊന്ന് നോക്കിക്കേ, വളരെ ക്ലിയറാണ്. ഒരു സൈഡിൽ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എപ്പോഴും ഉപയോഗിക്കുന്ന ഫീച്ചറുകൾ, മറ്റേ സൈഡിലോ ആരും തിരിഞ്ഞു നോക്കാത്തവ. ഈ ഒരു തിരിച്ചറിവ് മാത്രം മതി നമ്മുടെ അടുത്ത പ്ലാൻ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാൻ. അപ്പോൾ ഈ ആദ്യത്തെ സ്റ്റെപ്പ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടാകും? 1. കസ്റ്റമേഴ്സ് സ്ഥിരമായി പറയുന്ന കാര്യങ്ങൾ. 2. നമ്മളെ ഞെട്ടിച്ച അവരുടെ ചില പെരുമാറ്റങ്ങൾ. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിലെ പ്രശ്നങ്ങൾ. അങ്ങനെ മൊത്തത്തിൽ എന്തൊക്കെ വർക്കായി എന്തൊക്കെ വർക്കായില്ല എന്നതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടും. ശരി, നമ്മൾ ഉള്ളിലേക്ക് നോക്കി. ഇനി കുറച്ചു പുറത്തേക്ക് നോക്കാം, നമ്മുടെ മാർക്കറ്റിലേക്കും ഈ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കിയ നമ്മുടെ സ്വന്തം ടീമിലേക്കും. നമ്മൾ ഈ മാർക്കറ്റിൽ ഒറ്റക്കല്ലല്ലോ കളിക്കുന്നത്. നമ്മുടെ എതിരാളികൾ എന്തു ചെയ്യുന്നു എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ പ്രോജക്റ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെക്കുറിച്ച് നമ്മൾ വെച്ചിരുന്ന ധാരണകളൊക്കെ ശരിയായിരുന്നോ, അതോ അവർ നമ്മളെ വല്ലതും പഠിപ്പിച്ചോ? പിന്നെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്തവ. മാർക്കറ്റിൽ വന്ന പുതിയ ട്രെൻഡുകൾ, ഗവൺമെന്റിന്റെ പുതിയ നിയമങ്ങൾ, ഇതൊക്കെ നമ്മുടെ പ്രോജക്റ്റിനെ എങ്ങനെ ബാധിച്ചു എന്ന് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരിലേക്ക് വരാം, നമ്മുടെ ടീം. ഈ പ്രോജക്റ്റ് ചെയ്തപ്പോൾ ടീം ഏറ്റവും നന്നായി ചെയ്തതെന്തായിരുന്നു? എവിടെയെങ്കിലും കാര്യങ്ങൾ മെല്ലെ പോയോ, അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങളുണ്ടായോ? അടുത്ത തവണ ഇതിലും അടിപൊളിയായി എങ്ങനെ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം? ഓക്കെ, അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് നോക്കി, പുറത്തേക്ക് നോക്കി, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനി ഏറ്റവും നിർണായകമായ ഘട്ടമാണ്. ഈ പഠിച്ച കാര്യങ്ങളെല്ലാം വെച്ച് അടുത്ത നീക്കം കൃത്യമായി പ്ലാൻ ചെയ്യാനുള്ള സമയം. വളരെ സിമ്പിളാണ് ആദ്യത്തെ ചോദ്യം. ഈ പഠിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്? എന്താണ് ഏറ്റവും നന്നായി വർക്കായത്? കസ്റ്റമേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്താണ്? അതിൽ തന്നെ പിടിക്കണം, അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. വിജയിച്ച കാര്യങ്ങൾ ഗുർത്തിക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ് പരാജയപ്പെട്ടവ മനസ്സിലാക്കുന്നതും. സമയം കളയുന്ന, ഒരു ഗുണവുമില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ട്, പ്രതീക്ഷിച്ച ഫലം തരാത്തവ, അത് നിർത്താനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. ഈ പ്രൊജക്റ്റിൽ നിന്ന് ചിലപ്പോൾ പുതിയ ചില ഐഡിയകൾ കിട്ടിയിട്ടുണ്ടാകും. ചിലപ്പോൾ യൂസേഴ്സ് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാകാം. അവിടെ ഒരു പുതിയ അവസരം ഒളിഞ്ഞിരിപ്പുണ്ടാകും.
അപ്പോൾ അടുത്തതായി നമുക്ക് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കാൻ പറ്റും? അപ്പോൾ ഈ മുഴുവൻ പ്രോസസ്സിൻ്റെയും അവസാനം നമ്മുടെ കയ്യിൽ ഇങ്ങനൊരു പ്ലാൻ ഉണ്ടാകും. വളരെ സിമ്പിളാണ്. സ്റ്റാർട്ട് എന്തൊക്കെയാണ് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ ചെയ്യേണ്ടത്. സ്റ്റോപ്പ് എന്തൊക്കെയാണ് നിർത്തേണ്ടത്. എക്സ്പെരിമെന്റ് എന്തൊക്കെയാണ് പുതുതായി പരീക്ഷിക്കേണ്ടത്. ഈ 3 കാര്യങ്ങളിലൊരു വ്യക്തത വന്നാൽ മതി, മുന്നോട്ടുള്ള വഴി ക്ലിയർ ആകും. അപ്പം നമ്മൾ ഈ വിശകലനം അവസാനിപ്പിക്കുന്നത് ഈ ഒരു സുപ്രധാന ചോദ്യത്തോടെയാണ്. ഇത് വെറും ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചല്ല. നമ്മൾ പഠിച്ച ഓരോ ചെറിയ കാര്യവും നമ്മുടെ ഭാവിയെ, നമ്മുടെ അടുത്ത സ്ട്രാറ്റജിയെ എങ്ങനെയാണ് മാറ്റാൻ പോകുന്നത്. ആ ചിന്തയാണ് ഓരോ പ്രൊജക്റ്റിനെയും വെറുമൊരു ടാസ്ക് എന്നതിലുപരി അടുത്ത വലിയ വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാക്കി മാറ്റുന്നത്.